എല്ലാവർക്കും നമസ്കാരം. 916 ഫ്രണ്ട്ഷിപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ എൻ്റെ അറിവിലൊരു കാര്യം ഞാൻ പറയാം. ഈയിടെ സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് കിട്ടി. അപ്പോൾ ആ കൊടുത്ത ആൾ ചോദിച്ചു, ഈ അവാർഡ് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ രജനീകാന്തിൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു. അച്ഛനാണ് എല്ലാം നോക്കിയത്. വേണമെങ്കിൽ അച്ഛന് ഡെഡിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രജനീകാന്തിൻ്റെ ചേട്ടന് ചെയ്യാം. ചേട്ടനും രജനീകാന്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. വേണമെങ്കിൽ 2 പെൺമക്കളുണ്ട്, അവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് ചെയ്യാം. പക്ഷേ ഇതൊന്നും ചെയ്തില്ല. രജനീകാന്ത് ചെയ്തത്, കർണാടകയിൽ രജനീകാന്ത് ബസ് കണ്ടക്ടറായി ഓടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഡ്രൈവർ, ആ ബസ്സിലെ ഡ്രൈവർക്കാണ് ചെയ്തത്. ആ ഡ്രൈവറുടെ പേരാണ് രാജ് ബഹദൂർ. എന്തുകൊണ്ടത് ചെയ്തു എന്ന് വെച്ചാൽ, ആ സമയത്ത് 40 വർഷം മുമ്പ് രജനീകാന്തിൻ്റെ കയ്യിൽ 200 രൂപ കൊടുത്തിട്ട് നീ ചെന്നൈക്ക് പോയി, മദ്രാസിലേക്ക് പോയി, ചെന്നൈക്ക് പോയി വലിയ സ്റ്റാർ ആകണം എന്ന് പറഞ്ഞ് കൊടുത്ത ആളാണ്. ആ ആളെ, ആ രാജ് ബഹദൂറിനെ നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാകാം. ചന്ദ്രമുഖി എന്ന സിനിമയിലെ ദേവൂട ദേവൂട എന്ന സോങ്ങിൽ റിപ്പീറ്റ് എന്നൊരു പറയുന്നുണ്ട്. ആദ്യത്തെ റിപ്പീറ്റ് പറയുന്നത് ആ സിനിമയിലെ പ്രൊഡ്യൂസറായ ശിവാജി ഗണേഷിൻ്റെ മകൻ രാംകുമാർ. രണ്ടാമത്തെ റിപ്പീറ്റ് പറയുന്നത് ആ സിനിമയുടെ സംവിധായകനായ പി വാസു. മൂന്നാമത്തെ റിപ്പീറ്റ് പറയുന്നത് ഒരു മുണ്ടും ഒരു ബനിയനും കൊടുത്ത് തലയിൽ ഒരു തോർത്ത് കിട്ടി, ആ തോർത്ത് അഴിച്ച് ഇങ്ങനെ ചുറ്റിയിട്ട് റിപ്പീറ്റ് പറയുന്നുണ്ട്. അദ്ദേഹമാണ് ആ രാജ് ബഹദൂർ. നന്ദി, നമസ്കാരം.